നമസ്കാരം, എല്ലാവർക്കും ഈ കോഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ഏതൊരു PSC പരീക്ഷ എടുത്താലും ഏതൊരു PSC എക്സാം എടുത്തു കഴിഞ്ഞാലും ഉറപ്പായിട്ടും ഒരു മാർക്കിന് ചോദിക്കാറുള്ള ഈ ക്ലോസ് അല്ലെങ്കിൽ കണ്ടീഷണൽ ക്ലോസുകളെ കുറിച്ചാണ് നമുക്ക് വീഡിയോ വെക്കുന്നത്. ഈ ക്ലോസ് അല്ലെങ്കിൽ കണ്ടീഷണൽ ക്ലോസ് എന്താണെന്ന് നമുക്ക് രണ്ട് രീതിയിൽ പറയാൻ കഴിയും. ഒന്ന്, നന്നായിട്ട് ഗ്രാമറൊക്കെ അറിയാവുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ രീതിയിലാണ് ഇന്ന് ഈ പറയുന്ന ഈഫ് ക്ലോസ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈഫ് ക്ലോസിനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഉറപ്പായിട്ട് പറഞ്ഞിരിക്കണം. ഒന്ന്, ഈഫ് ക്ലോസുകൾ അല്ലെങ്കിൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിലുള്ളത് 3 ടെൻസിൽ മാത്രമാണ്. ഒന്ന് സിമ്പിൾ പ്രസന്റ്, രണ്ട് സിമ്പിൾ പാസ്റ്റ്, മൂന്നാമത് പാസ്റ്റ് പെർഫെക്റ്റ്. ഇത് മൂന്നും ഇതൊന്നും അറിയത്തില്ലെങ്കിലും വലിയ പ്രശ്നമില്ല. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഏതൊരു വെർബ് എടുത്തു കഴിഞ്ഞാലും അതിന് 3 ഫോമുകൾ ഉണ്ടാവും. ഒന്ന് V1 ഫോം, നിങ്ങൾ കേട്ടില്ല, കുഞ്ഞുങ്ങളിലേക്ക് നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ കേട്ടിട്ടുണ്ടാവും. V1 ഉണ്ടെന്നും V2 ഉണ്ടെന്നും V3 ഉണ്ടെന്നും. അപ്പോൾ നിങ്ങളൊരു വെർബ് കണ്ടു കഴിഞ്ഞാൽ അത് ഏത് ടെൻസിലാണ്, അല്ലെങ്കിൽ V1 ആണോ V2 ആണോ V3 ആണോ എന്ന് മാത്രം മനസ്സിലാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലോസിൽ എപ്പോഴും നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റും. ഒരു വെർബിന്റെ 3 ഫോമുകളും പഠിക്കണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഗോ, വെന്റ്, ഗോൺ, അല്ലെങ്കിൽ കം, കെയിം, കം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെർബിന്റെ 3 ഫോമുകൾ, സ്റ്റഡി, സ്റ്റഡീഡ്, സ്റ്റഡീഡ് എന്നങ്ങനെ രീതിയിൽ നമ്മൾ വെർബിന്റെ 3 ഫോമുകൾ സാധാരണ പഠിക്കാറുണ്ട്. അങ്ങനെ ഒരു 10-60 എണ്ണമെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടി വരും. അത് മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലോസ് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ ക്ലോസിനെ കുറിച്ച് പറയുമ്പോൾ ഒന്ന്, നിങ്ങൾ ആ ടെൻസിന്റെ കാര്യം ഓർക്കുക. രണ്ടാമത്തത്, വെർബ് ഏതാ, വെർബ് V1 ആണോ V2 ആണോ V3 ആണോ എന്ന് അറിയാൻ പറ്റണം. അത്ര മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോയിട്ട് നമുക്ക് നോക്കാം. ഇത് 3 കണ്ടീഷനുകളെ കുറിച്ചാണ് നമ്മളിന്ന് പറഞ്ഞത്. ഈ ക്ലോസിൽ തന്നെ 3 കണ്ടീഷനുകൾ, അതല്ലാതെ ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു സെന്റൻസ് കണ്ടു കഴിഞ്ഞാൽ അത് ആദ്യം ഏത് ടെൻസ് ആണെന്ന് മനസ്സിലാക്കണം. അതിന് V1 ആണോ V2 ആണോ V3 ആണോ എന്ന് നമുക്ക് നോക്കിയാൽ മതി. പിന്നെ വേറൊരു കാര്യം, ഇത് ഈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് എങ്ങനെയാണ് നമ്മൾ അറിയുന്നത്? എല്ലാ സ്റ്റേറ്റ്മെന്റുകളും അങ്ങനെയല്ലല്ലോ. അപ്പോൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും അതിനകത്ത് ഈഫ് അല്ലെങ്കിൽ അൺലെസ് ഇത് രണ്ടിലേതെങ്കിലും ഒരു വാക്കുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇനി മുതൽ നിങ്ങൾ മുന്നിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് അതൊരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണോ, അതൊരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണോ. ആണെങ്കിൽ ഈഫോ അല്ലെങ്കിൽ അൺലെസ്സോ കാണും. ഇനി അത് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഉടനെ പോയി മാർക്ക് ചെയ്യേണ്ടത് ആ വെർബാണ്. വെർബ് അവിടെ മാർക്ക് ചെയ്യുക. വെർബ് എന്ന് പറഞ്ഞാൽ ക്രിയ നിങ്ങൾ മാർക്ക് ചെയ്തിടുക. അപ്പോൾ ക്രിയ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, നമ്മൾ മുന്നിലൊരു സെൻറ്റൻസ് ഉണ്ട് നമ്മൾ സ്ഥിരമായി കാണുന്ന. ഇഫ് you study, if they study well they dash, if they study well they dash. ഓക്കെ, 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. നമ്മൾ ഓപ്ഷനുകൾ പറയുന്നതിന് ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം നമുക്ക് നോക്കാം അല്ലേ. ആദ്യം ഇതൊരു ഇമാജിനറി കണ്ടീഷൻ ആണോ അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ആണോ എന്ന് നമ്മൾ നോക്കാനായിട്ട് നമ്മൾ പറഞ്ഞു ഈഫ് ഒരു അൺലെസ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വാക്കുണ്ടാവും. അപ്പോൾ ഈഫ് ഇതിനകത്തുണ്ടല്ലോ, ഈഫിൽ തന്നെ തുടങ്ങുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഇമാജിനറി അല്ലെങ്കിൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി നമ്മൾ നോക്കുന്നത്, ഞാൻ പറഞ്ഞ വെർബ് ഏതാണെന്ന് നോക്കണം. അപ്പോൾ നോക്കി, ഇവിടെ വെർബ് ഏതാണ്? കളിക്കുക അല്ലെങ്കിൽ പഠിക്കുക എന്നർത്ഥത്തിലുള്ള സ്റ്റഡി ആണ് ഇവിടുത്തെ വെർബ്. ഓക്കെ, ഈ 2 കാര്യങ്ങൾ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ വെർബ് നമ്മൾ കണ്ടുപിടിച്ചു. സ്റ്റഡി എന്ന വെർബ് V1 ആണോ V2 ആണോ V3 ആണോ, അതായത് സിമ്പിൾ പാസ്റ്റ് ആണോ സിമ്പിൾ പ്രസന്റ് ആണോ അതോ പാസ്റ്റ് പെർഫെക്റ്റ് ആണോ എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, സ്റ്റഡി എന്ന് പറയുന്നത് V1 അല്ലേ, പ്രസന്റ് അല്ലേ. സ്റ്റഡി എന്ന് പറയുന്നത് സ്റ്റഡി അല്ലെങ്കിൽ സ്റ്റഡീഡ് എന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ വെർബ് എന്ന് പറയുന്നത് വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ്. സ്റ്റഡി എന്ന് പറയുന്നത് വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ്. നോക്കി, എപ്പോഴെങ്കിലും നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ ഇത് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത് കേട്ടോ. ഈഫ് വരുന്ന ആ പോർഷൻ നമ്മൾ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയും. രണ്ടാമതാണ് മെയിൻ ക്ലോസ്. അപ്പോൾ ഈ സബോർഡിനേറ്റ് ക്ലോസിൽ നമ്മൾ സിമ്പിൾ പ്രസന്റ് ആണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് വരുന്നതെങ്കിൽ ആൻസർ ഉറപ്പായിട്ടും വില്ലിലായിരിക്കും ആൻസർ. നോക്കി, വിൽ പാസ് ഉണ്ട്, പാസ് ഉണ്ട്, വുഡ് പാസ് ഉണ്ട്, വുഡ് ഹാവ് പാസ് ഉണ്ട്. പക്ഷെ ഇതിനകത്ത് ഓപ്ഷൻ എപ്പോഴും ഞാൻ പറഞ്ഞു V1 ആയതുകൊണ്ട് ഇതിന്റെ ആൻസർ എപ്പോഴും വിൽ ആയിരിക്കും. അപ്പോൾ V1 ഫോം ആണ് നിങ്ങളുടെ സബോർഡിനേറ്റ് ക്ലോസിൽ V1 ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആൻസർ ഉറപ്പായിട്ടും വിൽ ആണെന്ന് ഓർത്ത് വയ്ക്കുക. നോക്കി, അതേ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ അതുപോലെ ഒരു സെൻസ് നമ്മൾ പറയുകയാണ്. ഇഫ് ദേ പ്ലേ വെൽ ദേ ഡാഷ്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ആദ്യം ഈഫ് ഉണ്ടല്ലോ, ഉണ്ട്, കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് വെർബ്. നമ്മൾ നോക്കുക, ഇവിടുത്തെ വെർബ് ഏതാ? കളിക്കുക. പ്ലേ എന്ന അർത്ഥത്തിൽ വരുന്ന പ്ലേ നമ്മൾ പറയുന്നത് പ്ലേ ഏതാണ്? V1 ആണോ V2 ആണോ V3 ആണോ? അതെ, പ്ലേഡ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ്. വെർബിന്റെ ഫസ്റ്റ് ഫോം ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സിമ്പിൾ പ്രസന്റ് ആണെന്നാണ് കേട്ടോ. സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പോൾ V1 ആണ്. V1 ആണെങ്കിൽ ഞാൻ പറഞ്ഞു V1 വരികയാണെങ്കിൽ എപ്പോഴും ആൻസറിൽ വില്ല് കാണും. ഉറപ്പായിട്ടും വില്ല് കാണും. ഓപ്ഷൻ നോക്കാം. വിൽ പാസ് ഉണ്ട്, വുഡ് വിൻ ഉണ്ട്, വുഡ് ഹാവ് വൺ ഉണ്ട്. അപ്പോൾ 4 ഓപ്ഷനിൽ വില്ല് വരുന്ന
ഒറ്റ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇത്രയും മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ സിമ്പിൾ പ്രസന്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ സിമ്പിൾ പാസ്റ്റിലെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ സിമ്പിൾ പ്രസന്റിലുള്ള ഒരു സെന്റൻസിനെ കുറിച്ചാണ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടത്. ഇനി അടുത്ത സിമ്പിൾ പാസ്റ്റ്. നിങ്ങൾ ഈ സിമ്പിൾ പാസ്റ്റ് സിമ്പിൾ പ്രസന്റ് എന്ന് കേട്ട് ഞെട്ടൊന്നും വേണ്ട. ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം മതി. അധികം ഗ്രാമർ ഒന്നും അറിയില്ലെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നോക്കി, നമ്മൾ നേരത്തെ പറഞ്ഞ സെന്റൻസിൽ നിന്നും അതല്ല ടൈപ്പ് 2 സെന്റൻസ് ആണ് നമ്മൾ പറയുന്നത്. ഇഫ് ഇറ്റ് റെയിൻഡ് ഐ ഡാഷ് ഇവിടെ എന്താണ് ഫില്ല് ചെയ്യേണ്ടത്? നേരത്തെ പറഞ്ഞ കാര്യം ഓർത്ത് വെച്ചേക്കാം. നമ്മൾ ഇഫ് ക്ലോസ് അല്ലെങ്കിൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ചെയ്യുമ്പോൾ 2 കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ഒന്നാമത്തത് ഈഫ് ഉണ്ടോ അല്ലെ അൺലെസ് ഉണ്ടോ നോക്കുക. അതുണ്ടല്ലോ, പ്രശ്നമൊന്നുമില്ല. ഈഫ് ഉണ്ട്. ഇനി അടുത്ത് നിങ്ങൾ നോക്കേണ്ടത് വെർബ് ഉണ്ടോ നോക്കണം. വെർബ് എന്തായാലും കാണും. വെർബ് ഉണ്ടോ എന്ന് നോക്കുക. വെർബ് അങ്ങോട്ട് മാർക്ക് ചെയ്യുക. വെർബ് ഞാൻ മാർക്ക് ചെയ്തു. റെയിൻഡ്, മഴ പെയ്തു അല്ലെ, മഴ പെയ്തു എന്ന അർത്ഥത്തിൽ റെയിൻഡ് എന്നാ പറയുന്നത്. ഇത്രയും നോക്കിയിട്ട് നിങ്ങൾ ആലോചിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞു വെർബിന് 3 ഫോം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ വെർബിന്റെ എത്രാമത്തെ ഫോം ആണെന്ന് നോക്കുക. V1 ആണോ? V1 ആണെങ്കിൽ റെയിൻ എന്നല്ലേ വരത്തുള്ളൂ. അപ്പൊ V2 ആണല്ലേ. റെയിൻഡ് എന്ന് പറയുന്നത് വെർബിന്റെ 2ാമത്തെ ഫോം ആണ്, അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ആണ് അല്ലെ V2 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റെയിൻഡ് എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞു V1 ആണ് ചോദ്യത്തിലെങ്കിൽ ഉറപ്പായിട്ടും ഉത്തരം വില്ലായിരിക്കും. ഇവിടെ V2 ആണെങ്കിൽ ഉറപ്പായിട്ടും ഉത്തരം വുഡ് ആയിരിക്കും. വുഡ് അപ്പൊ വുഡുള്ള ആൻസർ ഉണ്ടോ നോക്കാം. ഇവിടെ വില്ലാണ്, ഇവിടെ ടുക്ക് ഉണ്ട്, ഇവിടെ വില്ലുണ്ട്. നമുക്ക് വില്ലൊന്നും വേണ്ട. വെർബ് V2 ആണെങ്കിൽ ഉത്തരം വുഡ് ആയിരിക്കും. അപ്പൊ വുഡ് ടേക്ക് എന്നായിരിക്കും. വുഡ് ടേക്ക് എന്നാണ് ഇതിന്റെ ആൻസർ വരുന്നത്. അതിന്റെ 2ാമത്തെ ഒരു മോഡൽ നമുക്ക് നോക്കാം. ഇഫ് ദേ കോൾഡ് ഹിം ഹി ഡാഷ് ടു സ്ലീപ്. If they called him, he dashed to sleep. അപ്പൊ നോക്കി, നമ്മൾ നേരത്തെ പറഞ്ഞ റൂൾ അനുസരിച്ച് ആദ്യം നമ്മൾ ഈഫ് ഉണ്ടോ നോക്കി. ഉണ്ട്, കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്, കുഴപ്പമില്ല. അടുത്ത വെർബ് നമ്മൾ നോക്കി. കാൾഡ് എന്ന് പറയുന്നതാണ് വെർബ് അല്ലെ. കാൾഡ് എന്ന് പറയുന്ന വെർബിന്റെ V1 ആണോ V2 ആണോ V3 ആണോ? V1 ആണോ? V1 ആയിരുന്നെങ്കിൽ കാളെന്നില്ലേ വരത്തുള്ളൂ. അപ്പൊ V2 ആണ്. കാൾഡ് എന്ന് പറയുന്നത് V2 ആണ്. നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? V2 ആണെങ്കിൽ V1 ആണെങ്കിൽ വില്ല് ഉപയോഗിക്കുമെങ്കിൽ V2 ആണെങ്കിൽ വുഡ് ആണ് ഉപയോഗിക്കേണ്ടത്. ഏത് ഉപയോഗിക്കണം? വുഡ് ഉപയോഗിക്കണം. നോക്കി, വുഡ് ഉണ്ടോ? ഇല്ല. വുഡ് എന്ന് പറയുന്ന വാക്കേ ഇല്ല. പക്ഷെ അതൊരു ഷുഡ് കിടക്കുന്നു. ഒരു ഷുഡ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഷുഡ് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ V1 ആണെങ്കിൽ വില്ല്, ഷാള്, ക്യാൻ, മേ, ഇത്തരത്തിലുള്ള ഓക്സിലറികളാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുക. ഇനി V2 ആണ്. V1 ആണെങ്കിൽ, ഇനി V2 ആണെങ്കിൽ ഇതെല്ലാം വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് എന്നിങ്ങനെയായിട്ട് മാറും. അപ്പൊ V1 ആണെങ്കിൽ വില്ല്, ഷാള്, ക്യാൻ, മേ ഒക്കെ ആയിരിക്കും വരുന്നത്. V2 ആണെങ്കിൽ വുഡ്, ഷാള്, കുഡ്, മൈറ്റ് എന്നിങ്ങനെയായിരിക്കും ഓപ്ഷൻ ഉണ്ടാവുക. അപ്പൊ ഇത്രയും ഓർത്ത് വെച്ചേക്കുക. V1 ആണെങ്കിൽ വെർബ് വരുന്നത്, വെർബ് V1 ആണെങ്കിൽ ഉത്തരത്തിൽ വരുന്ന വില്ല്, ഷാൾ, ക്യാൻ, മേ ഒക്കെ ആയിരിക്കും. ഇനി V2 ആണ് വെർബായിട്ട് വരുന്നതെങ്കിൽ മേ അല്ലെങ്കിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് എന്നിങ്ങനെയായിരിക്കും ഉത്തരം വരിക. നമുക്ക് 3ാമത്തെ ടൈപ്പിലേക്ക് അല്ലെങ്കിൽ 3ാമത്തെ കണ്ടീഷനിലേക്ക് കയറാം. നമ്മൾ ആദ്യം പറഞ്ഞത് സിമ്പിൾ പ്രസന്റ്, പിന്നീട് നമ്മൾ സിമ്പിൾ പാസ്റ്റ്. V1 ഉള്ളത് പറഞ്ഞു, V2 ഉള്ളത് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്ന 3ാമത്തെ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ കണ്ടീഷണൽ ക്ലോസുകളാണ്. നിങ്ങൾ ചോദ്യത്തിലേക്ക് നോക്കിയാൽ ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് ഐ ഡാഷ് അല്ലെങ്കിൽ ഐ പാസ് എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ റൂൾ തന്നെ ഓർത്ത് വെക്കുക. എങ്ങനെയാണ് ഈഫ് ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റിലെ ഈഫ് ഉണ്ടോ നമ്മൾ നോക്കും. ഈഫ് ഉണ്ട്. അപ്പോൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെർബിനെ ഒന്ന് നോക്കിയാൽ മതി. വെർബിനെ നോക്കി സ്റ്റഡീഡ് എന്ന് നമ്മൾ നോക്കിയപ്പോഴേ നമ്മൾ ആൻസർ പോകും. അയ്യോ, വുഡ് V2 ആണ് അല്ലേ. സ്റ്റഡീഡ് കണ്ടു കഴിഞ്ഞാൽ V2 ആണ്. അപ്പോഴേ നമ്മൾ വുഡ് എന്ന് നേരത്തെ പറഞ്ഞാണല്ലോ. V2 ആണ് ക്യാൻസറിൽ വുഡ് ആയിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ ഇത് മാത്രം നോക്കിയാൽ പറ്റും. ഇതിന് മുന്നിൽ കിടക്കുന്ന ഹാഡ് കുറച്ച് കുഴപ്പമുള്ളതാണ്. ഈ ഹാഡും V3 കൂടെ വന്നു കഴിഞ്ഞാൽ ഹാഡും V3 എങ്ങനെയാ? V3 ആണെന്ന് പറഞ്ഞ് V2 അല്ലേ? അല്ല, V2 അല്ല. കാരണം സ്റ്റഡി എന്ന് പറയുന്നത് V1, സ്റ്റഡീഡ് V3 ഫോമിലാണ് ഈ സ്റ്റഡീഡ് കിടക്കുന്നത്. V3 തന്നെയാണ് കേട്ടോ. അപ്പോൾ V3 ആണ്. അപ്പോൾ ഹാഡ് പ്ലസ് V3 എന്നാണ് നമ്മുടെ സബോർഡിനേറ്റ് ക്ലോസിലുള്ളതെങ്കിൽ ആൻസർ ഉറപ്പായിട്ടും വുഡ് ഹാവ് ആയിരിക്കും. വുഡ് അല്ല, വുഡ് ഹാവ്. നമ്മൾ നേരത്തെ വുഡ് പറഞ്ഞ് ഓർത്ത് വെച്ചേക്കുക. V2 മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ വുഡ് എന്ന് പറയും. പക്ഷേ ഹാഡും പിന്നീട് V3 ആണ് വരുന്നതെങ്കിൽ ഉത്തരം വുഡ് ഹാവ് ആണ്. ഒരു എക്സാമ്പിൾ കൂടി താഴെയുണ്ട്, നമുക്ക് നോക്കാം. ഇഫ് ദ സുനാമി ഹാഡ് ബീൻ ഇൻഫോംഡ് ഏർലിയർ മെനി വിക്ടിംസ് ഡാഷ് എസ്കേപ്പ് എന്നാണ് പറയുന്നത് ഇല്ലേ. സുനാമി നേരത്തെ അറിയിച്ചിരുന്നത് കുറെ ആളുകൾ രക്ഷപ്പെടുമായിരുന്ന ചോദ്യം പറയാം. നോക്കി, ഇതിന്റെ നമ്മൾ വലിയ സ്റ്റേറ്റ്മെന്റ് ആണ്, വലിയ സെൻസ് ആണ്. നോക്കി പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ ആദ്യം ഈ ക്ലോസ് മാർക്ക് ചെയ്തു കൊണ്ട് കണ്ടീഷനിലാണ്. ഇനി വെർബ് കണ്ടുപിടിക്കുക. സുനാമി എന്ന് വെർബ് അല്ലല്ലോ, കുറെ വെർബുകൾ ഉണ്ട് അല്ലെ. ഹാഡ്, ബീൻ, ഇൻഫോംഡ് എന്നിങ്ങനെ 3 വെർബുകളുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം.
ഈ ഇൻഫോമിലൂടെ എടുക്കണമെന്നുള്ളതാണ്. ഹാഡ് ഉണ്ടല്ലേ, ഹാഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മറ്റേന്ന് ഓർക്കത്തില്ല. ഹാഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ റൂളിലേക്ക് ആദ്യം ആലോചിച്ചു നോക്കുക. അതല്ലാത്ത കേസുകളും ഉണ്ട്. അപ്പോൾ ഹാഡ് വന്നു. പിന്നീട് കിടക്കുന്നത് B3 ആണ്. ബീൻ അല്ലെ, ബീൻ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടുണ്ടോ? ഈ ബീൻ നിങ്ങൾ എവിടെ കണ്ടു കഴിഞ്ഞാലും ഓർക്കണം, ബീൻ എന്ന് പറയുന്നത് എപ്പോഴും വെർബിന്റെ മൂന്നാമത്തെ ഫോമാണ്. ബീൻ എന്ന് പറയുന്നത് എപ്പോഴും വെർബിന്റെ മൂന്നാമത്തെ ഫോമാണ്. അപ്പോൾ നേരത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ അല്ലെങ്കിൽ നേരത്തെ കണ്ടീഷൻ തന്നെ വന്നു ഹാഡ് പ്ലസ് V3. ഇത് ഹാഡ്, ഇവിടെ V3 വെർബിന്റെ മൂന്നാമത്തെ ഫോമാണ്. ഹാഡും V3യും വന്നു കഴിഞ്ഞാൽ ഉത്തരം ഉറപ്പായിട്ടും നേരത്തെ പറഞ്ഞത് വുഡ് ഹാവ് ആയിരിക്കും. വളരെ സിമ്പിൾ ആണ്. അപ്പൊ നമ്മൾ 3 കണ്ടീഷനുകൾ നമ്മളിപ്പോൾ നോക്കിയായിരുന്നു അല്ലെ. ഇതല്ലാതെ ഒരു കണ്ടീഷൻ കൂടിയുണ്ട്, ഇതാ ബോർഡിലുണ്ട് കേട്ടോ. ചോദ്യം ഇതാണ്, ഈ വാട്ടർ റീച്ചസ് അറ്റ് 100°C ഇറ്റ് ഡാഷ്. എന്ത് സംഭവിക്കുന്നു അറിയാലോ? ഉരുകുന്നാണോ? അല്ല, ചൂടാകുന്നല്ലേ, ചൂടാകുന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വാട്ടർ റീച്ചസ് അറ്റ് 100°C ഇറ്റ് ഡാഷ്. അപ്പൊ നോക്കി നമ്മുടെ നേരത്തെ റൂളുകളൊന്നും മാറ്റണ്ട, റൂളുകൾ നേരത്തെ ഉപയോഗിച്ച റൂളുകൾ തന്നെ. നോക്കുന്ന എന്താ? ആദ്യം ഈ ഫണ്ട് നോക്കും. ഈ ഫണ്ട് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ നമ്മൾ നോക്കുന്ന വെർബാണ്. വെർബ് നോക്കിയപ്പോൾ റീച്ചസ് എന്ന് പറയുന്നത് വാട്ടർ റീച്ചസ്. റീച്ചസ് എന്ന് പറയുന്നത് V1 ആണോ V2 ആണോ V3 ആണോ? റീച്ചസ് എന്ന് പറയുന്നത് V1 ആണ് അല്ലെ. സബ്ജക്റ്റിന്റെ ഫസ്റ്റ് ഫോം ആണ് റീച്ചസ് എന്ന് പറയുന്നത്. സബ്ജക്റ്റിന്റെ ഫസ്റ്റ് ഫോം ആണ്. നോട്ട് നോക്കിയ സബ്ജക്റ്റിന്റെ ഫസ്റ്റ് ഫോം V1 വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്? V1 ആണെങ്കിൽ ആൻസറിനകത്ത് ഉറപ്പായിട്ടും വില്ല് കാണും അല്ലെ. V1 ആണെങ്കിൽ ഉറപ്പായിട്ടും ആൻസറിനകത്ത് വില്ല് കാണും, അല്ലെങ്കിൽ മെയിൻ ക്ലോസിൽ വില്ല് ഉണ്ടാകും. അപ്പോൾ V1 ആണല്ലോ ഇവിടെ കിടക്കുന്നത്. അതെ, സബ്ജക്റ്റും V1 ആണ് കിടക്കുന്നത്. അപ്പോൾ ഉത്തരം എന്തുവരെന്ന് പറഞ്ഞേ? ഉത്തരം ഉറപ്പായിട്ടും വില്ലായിരിക്കും. അല്ലെ വില്ല് ഷാള് ക്യാൻ, അത് ഏത് വേണമെങ്കിലും ആകും, വില്ലായിരിക്കും. ഇപ്പോൾ വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് ഫസ്റ്റ് സബോർഡിനേറ്റ് ക്ലോസിലുള്ളത്. അതുപോലെ മെയിൻ ക്ലോസിൽ വില്ലുമാണെങ്കിൽ ഉറപ്പായിട്ടും, അല്ല മെയിൻ ക്ലോസിൽ വില്ല് ആണെങ്കിൽ സബ്ജക്റ്റ് ഫസ്റ്റ് ഫോം V1 ആണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും മെയിൻ ക്ലോസിൽ വില്ലായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. നോക്കി ഇവിടെ അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും വില്ല് എന്നല്ലേ പറയേണ്ടത്. പക്ഷേ ഇവിടെ ആൻസർ വില്ലല്ല. V1 ഉപയോഗിച്ച് ഇവിടെ വില്ലല്ല. ഇവിടുത്തെ എന്താ പ്രശ്നം? നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് അർത്ഥം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഈ വാട്ടർ റീച്ചസ് അറ്റ് 100°C, വെള്ളം 100°C എത്തിയാൽ ഇറ്റ് ബോയിൽസ്, ഇറ്റ് തിളയ്ക്കും അല്ലേ. അത് തിളയ്ക്കും. ഇത് ഉറപ്പാണോ? അതെ, ഉറപ്പാണ്. 100°C വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് തിളയ്ക്കും. 100°C എത്തി കഴിഞ്ഞാൽ വെള്ളം തിളയ്ക്കും എന്നാണ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ കേസുകൾ നിങ്ങൾ ആലോചിക്കുക. ഇവിടെ എന്താണ് നമ്മൾ വില്ല് ഉപയോഗിക്കാത്തതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് നമ്മൾ പറയുന്നത് അല്ലെ. യു വിൽ പാസ് എന്നാണ്, യു വിൽ പാസ് എന്ന് നമ്മൾ പറയുന്നത്. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് നമ്മൾ പറയുന്നത്. ഓക്കെ, അവിടെ ഞാൻ പറയാണ് നന്നായി നീ പഠിച്ചു കഴിഞ്ഞാൽ നീ ജയിക്കും എന്ന് പറയണം. പക്ഷെ അതിന് ഉറപ്പില്ല. നന്നായി പഠിച്ചാൽ ചിലപ്പോൾ ജയിക്കാം, ചിലപ്പോൾ ജയിക്കാതിരിക്കാം. യു വിൽ പാസ് എന്നാ പറയുന്നത്, ഉറപ്പായിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കേസാണ്. വാട്ടർ റീച്ചസ് 100°C എത്തിക്കഴിഞ്ഞാൽ അത് തിളയ്ക്കും. അപ്പോൾ ഉറപ്പായതുകൊണ്ട് അവിടെ നമ്മൾ വില്ല് ഉപയോഗിക്കില്ല, ബോയിൽസ് എന്നാണ് ഇതിന്റെ ഉത്തരം കേട്ടോ. ബോയിൽസ് എന്നാണ് ഉത്തരം. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ കാര്യം ഞാൻ വളരെ സിമ്പിൾ ആയിട്ടൊന്ന് പറയാം. നിങ്ങൾ നോക്കിക്കോളുക. ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഈ ഫണ്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നോക്കുന്നത് വെർബിന്റെ ഫസ്റ്റ് ഫോം ആണോ നോക്കുക. വെർബിന്റെ ഫസ്റ്റ് ഫോം ആണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും മെയിൻ ക്ലോസിൽ വില്ലുണ്ടാവും. തിരിച്ചും പറയാൻ കേട്ടോ. മെയിൻ ക്ലോസിൽ വില്ലാണെങ്കിൽ ഇപ്പുറത്തുണ്ടാകുക, അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസിൽ ഉണ്ടാകുന്ന V1 ആണെന്ന് പറയണം. തിരിച്ചു വേണമെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഇനി അടുത്തത് നിങ്ങൾ അടുത്ത സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ വെർബിന്റെ സെക്കൻഡ് ഫോം ആണ് വരുന്നത്. വെർബിന്റെ സെക്കൻഡ് ഫോം ആണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ മെയിൻ ക്ലോസിൽ വുഡ് ഉണ്ടാവും കേട്ടോ. വുഡ്, ഞാൻ ഈ വുഡ് എന്ന് പറയുകയാണെങ്കിൽ ബാക്കിയെല്ലാം ഉണ്ട് കേട്ടോ. ഷുഡ്, കുഡ്, മൈറ്റ് എന്ന് പറയുന്ന ബാക്കി ഓക്സിലറി കൂടി ഉണ്ട്. വുഡ് പെട്ടെന്ന് പറയുന്നത് എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി അടുത്തത് V1 കണ്ടു, V2 കണ്ടു. ഇനി നമ്മൾ നോക്കുകയാണ് V3 ആണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് എന്ന് കാണും. വുഡ് ഹാവ് എന്ന് കാണും. വുഡ് ഹാവ്. പക്ഷെ V3 മാത്രമായിട്ട് എപ്പോഴും നിൽക്കത്തില്ല കേട്ടോ. ഇതിന്റെ ഫ്രണ്ടിൽ എപ്പോഴും ഹാഡ് ഉണ്ടാവും. ഹാഡ് V3 എന്നാണ്. ഹാഡ് കഴിഞ്ഞിട്ട് V3. അപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്കാത്തവർക്ക് മെയിൻ കാരണം V1, V2, V3 അറിയാത്തതുകൊണ്ടാണ്. V1 വെർബിന്റെ 3 ഫോമുകൾ അറിയണമെങ്കിൽ ഈ V3 എന്ന് കാണുമ്പോഴേ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ ഈ ക്ലോസിന്റെ ചോദ്യം കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ആൻസർ എത്താൻ പറ്റും. V1 ആണോ V2 ആണോ V3 ആണോ എന്ന് മാത്രം നോക്കുക. വില്ല് വരും, അല്ലെങ്കിൽ വുഡ് വരും, അല്ലെങ്കിൽ വുഡ് ഹാവ് വരും. എക്സെപ്ഷണൽ കേസ് ഉണ്ട്, ഇതാണ്. അത് റിയൽ കേസാണ്, നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഇമാജിനറി ആണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഒരിക്കലും വില്ല് എന്ന് പറയാൻ പറ്റത്തില്ല. ഷുവർട്ടി ആയിരുന്നു, വില്ല് പറയത്തില്ല. പകരം നമ്മൾ വെർബിന്റെ ഫസ്റ്റ് ഫോം മാത്രമായിരിക്കും ഉപയോഗിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പറയുന്ന ഈഫ് ക്ലോസ് അല്ലെങ്കിൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ താഴെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സ്റ്റഡി മെറ്റീരിയലുകൾക്കും മറ്റു വീഡിയോകൾക്കും വേണ്ടി ഞങ്ങളുടെ ടെലിഗ്രാം ചാനൽ കൂടി സന്ദർശിക്കുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ ഇതുവരെ വീഡിയോ കണ്ടവർ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.